ഇവിടെ ഹെന്ന പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശ്രീജ അത് വെച്ചിട്ടൊരു ഹാക്കിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. ശ്രീജയുടെ ചുണ്ടിന്റെ കളർ ഇതാണ്, പല്ലിന്റെ കളർ അതാണ്. ശ്രീജ പാലുവെള്ളത്തിൽ കിട്ടുവോ പണി? ചുണ്ട് വീർത്ത് മറ്റേ ഉറുപ്പി ജാവേദിന്റെ പോലെ. ഒരു കാര്യമാണല്ലോ, നമ്മൾ തന്നെ ചെയ്ത സാധനങ്ങളാണ്. ഞാൻ പൊടിയിലേ ഉള്ളു സംശയം. അങ്ങനെയല്ല, പൊടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകണം. പൊടിയില് റെഡ് ഓക്സൈഡ് പല്ലേ വരെ കളറായി ശ്രീജയുടെ. അയ്യോ കേട്ടാ. അങ്ങനെ ശ്രീജ നമ്മുടെ ലിപ്സ്റ്റിക് ഹാക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇത് എന്ത് കളറാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കട്ടെ ശ്രീജ. ചുണ്ട് വീർത്ത് വരുവാ നാളെ. എന്റെ പല്ലേലൊക്കെ പോയി. അപ്പൊ എന്തായാലും നമ്മുടെ മൈലാഞ്ചിയും സംഭവം നമ്മുടെ ഹെന്ന പാക്കാണ്, കുഴപ്പമൊന്നുമില്ല എന്നാ വിശ്വസിക്കുക. ഇപ്പൊ എന്തായാലും നമുക്ക് ശ്രീജാനെ വാഷ് ചെയ്തിട്ട് കാണാം. ഷെയ്ഡ് വന്നത് നമുക്ക് തലയുടെ കുമ്പിലൊക്കെ തേച്ചിട്ടുണ്ട്, ഹെയർ കളറിലൊക്കെ. പിന്നെ മുറുക്കാതുന്ന അമ്മച്ചിമാരുടെ അവസ്ഥ എന്തായാലും കൊള്ളാം. ശ്രീജ നമ്മുടെ പാക്ക് കഴുകാൻ വേണ്ടി മുറുക്കിച്ചു വന്ന ചുണ്ടുമായിട്ട് പോയിരിക്കുകയാണ്. നമുക്ക് നോക്കാം കഴുകി കഴിഞ്ഞിട്ടുള്ള ശ്രീജയുടെ അവസ്ഥ. കൈയൊക്കെ നോക്കി ശ്രീജ, നോക്കിക്ക്. ശ്രീജ ഇപ്പൊ മറ്റേ ക്ലൗണിനെ പോലെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശ്രീജ, ഐ ആം വെയിറ്റിംഗ് വാച്ച്. നാളെ എനിക്ക് ആ അണ്ടാശുപത്രി പോകണം, വീട്ടിൽ പല്ലേലൊക്കെ മറ്റേ കളറെങ്കിൽ തീർന്നു. മാസ്ക് വെച്ചിട്ട് പോകണ്ടെന്ന് തോന്നുന്നു. മറ്റേ മുറുക്കിയവരെ പോലെ പല്ലേലൊക്കെ കുഴപ്പമില്ലടോ. ഒരിക്കലും പരീക്ഷിക്കരുത് ഗൈസ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ കൊച്ചിന്റെ വാക്ക് കേട്ട് ചെയ്തതാണ്. ഒരു പടി പാലും വെള്ളത്തേക്ക് പല്ലും വെച്ചിട്ട് രണ്ടാഴ്ചത്തിന് വരെ പോകാനുള്ള മാസ്ക് വെച്ചിട്ട് വേണം നാളെ എനിക്ക് പോകും. സുലു അവസ്ഥ നോക്കൂ. എന്നെ കാണുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിചാരിക്കും ഞാൻ മുറുക്കാൻ ചോദിച്ചിടക്ക്. അപ്പം ഇതാണ് ശ്രീജയുടെ അവസ്ഥ. ആരും ഈ ഹാക്ക് പരീക്ഷിക്കരുത്. മേളിൽ ചുവപ്പും താഴെ അത് കാണിച്ചേടാ, അത് കാണിച്ചേടാ ശ്രീജ. ഇവിടെ വെച്ചതില് വന്നത് എന്റെ കർത്താവേ. നാളെ പല്ല്